അമേരിക്കൻ താരിഫ് രാഷ്ട്രീയം വീണ്ടും ഉണരുകയാണ്. ഇന്ത്യക്ക് മുന്നിലുള്ള സാമ്പത്തിക പരീക്ഷണം അവസാനിക്കുന്നില്ല എന്ന പ്രഖ്യാപനത്തോടെ ഇന്ത്യക്ക് മുകളിൽ മിസൈൽ പോലെ വന്ന് പതിക്കാൻ പോവുകയാണ് അമേരിക്കയുടെ പുതിയ ഭീഷണി. അന്താരാഷ്ട്ര വ്യാപാര രംഗം വീണ്ടും സംഘർഷത്തിന്റെ അരികിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇറക്കുമതി താരിഫ് ഉയർത്താനുള്ള നീക്കങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു. അമേരിക്കൻ സുപ്രീം കോടതി മുൻപ് ചില വ്യാപക താരിഫുകൾക്ക് നിയമപരമായ തടസ്സം സൃഷ്ടിച്ചിട്ടും പുതിയ നിയമവഴികൾ കണ്ടെത്തി അവ വീണ്ടും നടപ്പാക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആഗോള വ്യാപാര വ്യവസ്ഥയിലും പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഉയർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ താരിഫ് നീക്കങ്ങൾ ഇന്ത്യയെ എത്രത്തോളം ബാധിക്കും, അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ഇതിനോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കണം എന്നീ ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. അമേരിക്കൻ സുപ്രീം കോടതി അടുത്തിടെ ഒരു നിർണായക വിധി പ്രസ്താവിച്ചു. ദേശീയ അടിയന്തരാവസ്ഥയെ അടിസ്ഥാനമാക്കി മുൻപ് നടപ്പാക്കിയ വ്യാപക ഇറക്കുമതി താരിഫുകൾ നിയമപരമായി സംശയാസ്പദമാണ് എന്ന് കോടതി വിലയിരുത്തി. ഇതോടെ ട്രംപ് ഭരണകൂടത്തിന്റെ മുൻകാല താരിഫ് നയത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. എന്നാൽ ഈ തിരിച്ചടിക്ക് പിന്നാലെ ട്രംപ് പിന്തിരിഞ്ഞില്ല, മറിച്ച് പുതിയ നിയമവ്യവസ്ഥകൾ ഉപയോഗിച്ച് വീണ്ടും ഇറക്കുമതി നികുതി ഏർപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതിന്റെ ഭാഗമായി നിരവധി രാജ്യങ്ങളുടെ വ്യാപാര രീതികളെ കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും അന്യായ വ്യാപാരം എന്ന ആരോപണത്തെ അടിസ്ഥാനമാക്കി പുതിയ സ്ഥിര താരിഫുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുകയാണ്. ഈ അന്വേഷണങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങൾ അടുത്ത കാലഘട്ടത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നതാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണികളിൽ ഒന്നാണ്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ വലിയൊരു പങ്ക് അമേരിക്കയിലേക്കാണ് പോകുന്നത്. അതിനാൽ അമേരിക്കൻ താരിഫ് ഉയർന്നാൽ ഇന്ത്യയിലെ നിരവധി വ്യവസായങ്ങൾ നേരിട്ട് ഇത് ബാധിക്കപ്പെടും. ആദ്യം ബാധിക്കാവുന്ന മേഖല ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഇന്ത്യൻ ജനറിക് മരുന്നുകൾ അമേരിക്കൻ വിപണിയിലേക്ക് പ്രധാന പങ്ക് വഹിക്കുന്നവയാണ്. താരിഫ് ഉയർന്നാൽ ഈ മരുന്നുകളുടെ വില കൂടുകയും ഇന്ത്യൻ കമ്പനികളുടെ മത്സരക്ഷമത കുറയുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാന മേഖല ടെക്സ്റ്റൈൽസ് ആണ്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ വസ്ത്രങ്ങൾ അമേരിക്കയിൽ വലിയ വിപണി നേടിയിട്ടുണ്ട്. പുതിയ നികുതികൾ നടപ്പിലാക്കിയാൽ ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ വിപണിയിൽ ഇന്ത്യയെ മറികടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനു പുറമെ ഓട്ടോ പാർട്സ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ജെംസ് ആൻഡ് ജ്വല്ലറി എന്നീ മേഖലകളും വലിയ ആഘാതം നേരിടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള നികുതി വർധനവ് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തെയും തൊഴിലവസരങ്ങളെയും ബാധിക്കും. പ്രത്യേകിച്ച് കയറ്റുമതിയെ ആശ്രയിച്ചിരിക്കുന്ന ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കുക. ഇതിലൂടെ അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നതാണ് അടുത്ത പ്രധാന ചോദ്യം. ട്രംപിന്റെ ഈ നീക്കം സാമ്പത്തികപരമായതിലുപരി ശക്തമായ രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് എന്ന് വേണം വിലയിരുത്താൻ. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായി അമേരിക്കൻ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നാണ് ട്രംപ് വാദിക്കുന്നത്. അമേരിക്കയിൽ നിരവധി നിർമ്മാണ മേഖലകൾ ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വില കുറഞ്ഞ ഇറക്കുമതികളാൽ ബാധിക്കപ്പെടുന്നുവെന്നാണ് അവിടുത്തെ രാഷ്ട്രീയവാദം. അതിനാൽ ഇറക്കുമതി നികുതി ഉയർത്തുന്നത് തൊഴിലവസരങ്ങൾ സംരക്ഷിക്കാനുള്ള മാർഗമെന്ന നിലയിലാണ് ട്രംപ് അവതരിപ്പിക്കുന്നത്. അതേസമയം താരിഫ് ഒരു വ്യാപാര സമ്മർദ്ദ ആയുധം കൂടിയാണ്. മറ്റു രാജ്യങ്ങളെ വ്യാപാര ചർച്ചകളിൽ ഇളവുകൾ നൽകാൻ നിർബന്ധിതരാക്കലാണ് അമേരിക്ക പലപ്പോഴും താരിഫ് ഭീഷണി ഉപയോഗിക്കുന്നത്. ഇന്ത്യയുമായി നടക്കുന്ന വ്യാപാര ചർച്ചകളിലും ഈ തന്ത്രം ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് പല വിദഗ്ധരുടെയും വിലയിരുത്തൽ. ഇതിന് പുറമെ ആഭ്യന്തര രാഷ്ട്രീയവും ഒരു പ്രധാന ഘടകമാണ്. അമേരിക്കയിലെ വ്യവസായ തൊഴിലാളികൾക്കും സംരക്ഷണ നയങ്ങൾ പിന്തുണയ്ക്കുന്ന വോട്ടർമാർക്കും ഈ നീക്കങ്ങൾ വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യ നേരിട്ടുള്ള പ്രതികാര നടപടികൾക്ക് പകരം തന്ത്രപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യമായി അമേരിക്കയുമായി തുടരുന്ന വ്യാപാര ചർച്ചകൾ ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പരസ്പര ഇളവുകൾ കണ്ടെത്തി വ്യാപാര സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. രണ്ടാമതായി ഇന്ത്യ തന്റെ കയറ്റുമതി വിപണികളെ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. മൂന്നാമതായി ആഭ്യന്തര നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഇന്ത്യ കൂടുതൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തിയാൽ ആഗോള വ്യാപാര സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ കഴിയും. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഒരു വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. ലോകം വീണ്ടും ഒരു പുതിയ ട്രേഡ് വാറിലേക്ക് നീങ്ങുകയാണോ? അമേരിക്കയും മറ്റു വലിയ സമ്പദ് വ്യവസ്ഥകളും തമ്മിലുള്ള താരിഫ് സംഘർഷം ശക്തമായാൽ ആഗോള വിതരണ ശൃംഖലകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. വില വർധനയും വിപണി അനിശ്ചിതത്വവും വ്യാപകമാക്കാൻ ഇത് സാധ്യതയുണ്ട്. ഇന്ത്യക്ക് ഈ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളിയും ഒരേ സമയം അവസരവുമുണ്ട്. വ്യാപാര നയങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്താൽ ഇന്ത്യക്ക് പുതിയ വിപണികൾ കണ്ടെത്താനും ആഗോള ഉൽപാദന ശൃംഖലകളിൽ കൂടുതൽ പങ്കാളിത്തം നേടാനും കഴിയും. അമേരിക്ക വീണ്ടും താരിഫ് രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നത് ആഗോള വ്യാപാര വ്യവസ്ഥയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കും. ഇന്ത്യക്ക് ഇത് ചില മേഖലകളിൽ സാമ്പത്തിക തിരിച്ചടി നൽകാമെങ്കിലും സമഗ്രമായ നയതന്ത്രവും വ്യാപാര തന്ത്രവും പ്രയോഗിച്ചാൽ ഈ വെല്ലുവിളിയെ അവസരമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ശക്തമായ മത്സരത്തിന്റെ കാലഘട്ടമാണ് മുന്നിലുള്ളത്.
അതിൽ വിജയിക്കാൻ ഇന്ത്യക്ക് ദീർഘകാല സാമ്പത്തിക ദൃഷ്ടിയും ബഹുമുഖ വ്യാപാര നയവുമാണ് ഏറ്റവും വലിയ ആയുധം.